ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കണ്ട് ചുറ്റും നല്ല രീതിയിൽ ഒരു ബ്ലാക്ക് കളർ വന്ന് തുടങ്ങുന്ന സ്റ്റേജാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ വന്ന് നടക്കുകയാണെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അതിന് മുന്നേ നമ്മൾ ഈ ചാനലിലേക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്നതിന് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചിലപ്പം ബ്ലഡിന്റെ കുറവ്, അതായത് നമ്മളെ ബ്ലഡ് കൗണ്ട് കുറഞ്ഞു വരികയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ഈ ഒരു അണ്ടർ ഐ സർക്കിൾസ് വരും. ഒരു ബ്ലാക്ക് സർക്കിൾ ലൈറ്റ് ആയിട്ട് വരുള്ളൂ, അത് ഭയങ്കരമായിട്ട് വരില്ല. നമുക്ക് നമ്മളെ ബോഡിയിൽ ബ്ലഡിന്റെ അളവ് കുറയുമ്പോൾ ഇതേപോലെ വരും. ചില ആളുകൾക്ക് ഇതേപോലെ നമ്മൾ നൈറ്റ് കൂടുതലായിട്ട് ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ് ആയിട്ട് നിൽക്കുക, കൂടുതൽ ടൈം ഭയങ്കര വെളിച്ചത്തിനുള്ള വർക്ക് ചെയ്യുക, നമ്മളിപ്പോൾ ലാപ്പൊക്കെ ഓപ്പൺ ചെയ്ത് ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതേപോലെ വരും. അതേപോലെ നമ്മൾ ലേറ്റ് ആയിട്ട് ഉറങ്ങുക, നമുക്ക് ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, അത് ഉറക്കൊന്നും റെഡി ആവാതെ നിങ്ങൾ ഓരോ പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മളെ കണ്ണ് കൂടുതൽ സ്ട്രെയിൻ ചെയ്താൽ തന്നെ നമുക്ക് ഇതേപോലെ ചുറ്റും വരും. അതേപോലത്തെ മറ്റു കുറച്ച് കാര്യങ്ങളാണ് ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കാൻ നോക്കുക. നമ്മൾ ഈ ഒരു ഹോം റെമഡീസ് ചെയ്യുമ്പോൾ ഇത് മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരും, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് പറഞ്ഞുതരാം. നമുക്ക് നോർമലായിട്ട് എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ കുക്കുംബർ ചെറുതായിട്ട് കുഞ്ഞു റൗണ്ട് സ്ലൈസ് കട്ട് ചെയ്ത് നമ്മളെ കണ്ണിൻ്റെ അവിടെ വെക്കുക. മാക്സിമം 5 മിനിറ്റ് അല്ല 10 മുതൽ 15 മിനിറ്റ് വരെയൊക്കെ, എന്നാലേ നമുക്ക് അതിന് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങൾ ഈ 15 മിനിറ്റ് വരെ ഇതേപോലെ നമ്മൾ കണ്ണിൻ്റെ മുകളിൽ വെക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ റോസ് വാട്ടർ ഉണ്ടാവുമല്ലോ, റോസ് വാട്ടർ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്താണെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാതെ നമുക്ക് ബോട്ടിലായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ബോട്ടിലായിട്ട് വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഈ ഒരു റോസ് വാട്ടർ എടുത്തിട്ട് നിങ്ങൾ എന്ത് വെച്ചാൽ കുറച്ച് കോട്ടണിൽ മുക്കുക. നിങ്ങൾ കോട്ടണിൽ മുക്കിയിട്ട് ആ ഒരു കോട്ടൺ നമ്മളെ കണ്ണിൻ്റെ ഈ ചുറ്റുപാടും ഇതേപോലെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് ഭയങ്കര കുതിർക്കണം എന്നല്ല പറയുന്നത്, ലൈറ്റായിട്ട് ഇങ്ങനെ ഒരു ജെന്റലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ മാക്സിമം 10 to 15 മിനിറ്റ് തന്നെ ഇതേപോലെ നിങ്ങളെ കണ്ണിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം നിങ്ങളത് വാഷ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഡ്രൈ ആയിട്ട് പോയിക്കോളും. നമുക്കത് സ്കിന്നിനോ അല്ലെങ്കിൽ ഫേസിനൊന്നും അലർജീസ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അതാണ് ഒരു രീതി. പിന്നെ നിങ്ങൾക്ക് അതേപോലെ നമുക്ക് ടൈം ഇല്ലാത്ത ആളുകൾക്കാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളത്. നിങ്ങൾക്ക് കുറേ ടൈം ഇതിന് സ്പെൻഡ് ചെയ്യാനില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് പോകണം, നമുക്ക് ഒരുപാട് ടൈം ഇതിന് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്കിത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫസ്റ്റിൽ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് തക്കാളി ഇതേപോലെ സ്ലൈസ് ആയിട്ട് ചെയ്തിട്ട് നമ്മളെ കണ്ണിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമ്മളെ ചുറ്റും വരുന്ന ഈ ഒരു പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഒരു ഡാർക്ക് സർക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിൽക്ക് എടുക്കുക. മിൽക്ക് ഇതേപോലെ നമ്മൾ ഐസ് ബോക്സ് ഉണ്ടാവില്ല, ഐസ് ബോക്സിൽ നിറച്ച് വെച്ചിട്ട് ഓരോ ക്യൂബാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് 1-2 മതി. നമുക്ക് അതിനകത്ത് ഒരു ക്യൂബ് ആയതിനു ശേഷം ഐസ് ക്യൂബ് ആയതിനു ശേഷം നമ്മളെ കണ്ണിൻ്റെ ചുറ്റും ഇതേപോലെ ജെന്റലായിട്ട് 15 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. അത് കറക്റ്റായി ചെയ്യുക. ഇത്രയും കാര്യം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് ടൈമില്ല, കൂടുതൽ ടൈം ഇതിന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ രീതി ചെയ്യുക. അത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റിൽ വേണ്ടത് നമ്മളെ ബീട്രൂട്ട് ആണ്. ബീട്രൂട്ട് ജ്യൂസ് എടുക്കുക. ഒരു 2 സ്പൂൺ ജ്യൂസ് എടുക്കുക. അത്ര തന്നെ മതി. നമുക്ക് 2 കണ്ണിനും കൂടെ ഉപയോഗിക്കാൻ വേണ്ടി 2 സ്പൂൺ ജ്യൂസ് എടുത്താൽ മതി. അതിലേക്ക് നിങ്ങൾ 1 സ്പൂൺ മിൽക്ക് ആഡ് ചെയ്യുക. ഒറ്റ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്യുക. അതേപോലെ അതിലേക്ക് 1 സ്പൂൺ തേനും ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ചൊരു തേന് വരുമ്പോൾ കുറച്ചും കൂടി ഒരു കട്ടിയാവുന്ന പോലെ തോന്നും. നിങ്ങൾ ആ ജ്യൂസും ഈ ഒരു പാലും എല്ലാം കൂടി വരുമ്പോൾ ഇത്തിരി കട്ടി പോലെ വരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ മാക്സിമം 10 മുതൽ 15 മിനിറ്റ് വരെ വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തണുത്ത വെള്ളത്തിൽ, ഒരിക്കലും ചൂടുവെള്ളം അങ്ങനെയൊന്നും ഉപയോഗിക്കരുത്. തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ നോർമൽ വാട്ടറിലോ നിങ്ങൾ വാഷ് ചെയ്ത് കളയുക. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് ആയിരിക്കും. നിങ്ങൾ വീക്കിലി 1 ടൈമെങ്കിലും ഈ രീതിയിൽ ചെയ്യാം, നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഇതേപോലെ കണ്ണിന് ചുറ്റും ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ പിഗ്മെന്റേഷനോ അല്ലെങ്കിൽ കുറച്ച് നമ്മളെ കളർ ഒന്ന് ഡൾ ആക്കുന്ന രീതിയിൽ നമ്മൾ കണ്ണിന് ചുറ്റും ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന കുറച്ച് ടിപ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ വീഡിയോസിന് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.